കൊച്ചിയിലും കാര്യമായി മഴ തകർക്കുകയാണ്. നല്ല കാറ്റ് വീശുന്നുണ്ട്. അതും അതിവേഗത്തിൽ അടിക്കുന്ന കാറ്റാണ് കൊച്ചിയിൽ അനുഭവപ്പെടുന്നത്. ട്രെയിനുകളൊക്കെ തന്നെ വൈകി കൂടുന്നത് നിങ്ങൾക്കറിയാം. ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്നുള്ള നേർചിത്രം നമുക്ക് സമ്മാനിക്കുന്നു. ആൻമരിയ, ഗുഡ് മോർണിംഗ്. പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. ജില്ലയിലുടനീളം ശക്തമായിട്ടുള്ള മഴ ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ രാത്രി മുതൽ പെയ്യുന്ന മഴയാണ്. അത് ഒരു നിമിഷം പോലും തോരാതെ ഇങ്ങനെ ശക്തമായിട്ട് തന്നെ പെയ്യുകയാണ്. ഈ മഴയ്ക്കൊപ്പം വീശുന്ന ശക്തമായിട്ടുള്ള കാറ്റ്, അതാണ് ഏറ്റവും വലിയ ഭീകരാന്തരീക്ഷം ഈ ജില്ലയിൽ സൃഷ്ടിക്കുന്നത്. ജില്ലയുടെ പലയിടത്തും വ്യാപകമായിട്ടുള്ള നാശനഷ്ടമാണ് ഈ കനത്ത കാറ്റിലും മഴയിലും ഉണ്ടായിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ കോതമംഗലത്ത് ഒരു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മണ്ണിടിയുന്നത്. അത് നേരത്തെയും ആ ഭാഗത്ത് മണ്ണിടിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെയാണ് വീണ്ടും ഈ ശക്തമായിട്ടുള്ള മഴയിൽ മണ്ണിടിഞ്ഞു വീഴുന്നത്. ഭാഗികമായിട്ട് ഗതാഗത നിയന്ത്രണവും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ മണ്ണിടിഞ്ഞു വീഴുന്നത് കൊണ്ട് തന്നെ ആ പ്രദേശത്തേക്കുള്ള വൈദ്യുതിയും താറുമാറായിട്ടുണ്ട്. പല പ്രദേശങ്ങളിലും വൈദ്യുതി ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ തീരപ്രദേശത്തേക്ക് പോവുകയാണ് എങ്കിൽ ശക്തമായിട്ടുള്ള കാറ്റാണ് തീരപ്രദേശത്ത് ഏറ്റവും കൂടുതലുള്ളത്. അതിനോടനുബന്ധിച്ച് തന്നെ കടലാക്രമണവും അതിരൂക്ഷമാണ്. ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്ന ദൃശ്യങ്ങളും അതിന് വ്യക്തമാണ്. ഭീകരമായിട്ടുള്ള കാറ്റാണ് ആ പ്രദേശങ്ങളിലേക്ക് വീശുന്നത്. മലയോര മേഖലകളിലേക്ക് പോവുകയാണ് എങ്കിൽ ഇടപെട്ടുള്ള ശക്തമായിട്ടുള്ള മഴ, അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നത് എങ്കിൽ പക്ഷേ ഇന്ന് കാണുന്നത് ഇന്നലെ രാത്രി പെയ്യുന്ന മഴ അല്പം പോലും തോരാതെ അത് ശക്തമായി തന്നെ പെയ്യുന്നതാണ് കാണുന്നത്. നഗരത്തിലെ സ്ഥിതിയും ഇത് തന്നെയാണ്. നഗരത്തിന്റെ പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട്. ഈ കലൂർ സ്റ്റേഡിയം, അതുപോലെ തന്നെ പാലാരിവട്ടം, പിന്നെ ചങ്ങമ്പുഴ പാർക്ക്, പനമ്പള്ളി നഗർ, ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ചില ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. അത് എറണാകുളം ജില്ലയുടെ ആദ്യമായി കാണുന്ന കാഴ്ചയല്ല, പണ്ട് മുതൽ കാണുന്ന കാഴ്ച കൂടിയാണത്. പക്ഷേ ഈ പ്രാവശ്യം അല്പം കൂടി നേരത്തെയാണ് ഈ വെള്ളക്കെട്ടുകൾ ഉണ്ടായിരിക്കുന്നത് എന്ന് മാത്രമാണ്. എറണാകുളം ജില്ലയിലെ 182 വീടുകളിലധികം നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ കനത്ത കാറ്റിലും മഴയിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതിൽ 3 വീടുകൾ പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. ഓക്കെ, ആൻമരിയാണ് കൊച്ചിയിൽ നിന്ന് ചേർന്നത്.